ഹായ് ആൾ, വെൽക്കം ബാക്ക് ടു ടെക് മലയാളം. ഇന്ന് നമ്മൾ രണ്ട് ഫോൺസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതായത് റിയൽമിയുടെ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള, അതായത് ഈ മാർച്ച് 11-നും 13-നും ആയിട്ട് ഇറങ്ങിയിട്ടുള്ള രണ്ട് ഫോൺസിനെ കുറിച്ച്, റിയൽമി 6 ആൻഡ് റിയൽമി 6 Pro. റിയൽമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് വീഡിയോസ് റിയൽമി ഫോൺസിനെ കുറിച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പുതിയ മോഡൽ വൈസ് നമ്മൾ നോക്കുക, അതിന് ഡിസൈനിങ് നോക്കുകയാണെങ്കിലും നല്ല കിഡിലൻ ഫോണാണ് റിയൽമി. നമ്മളൊരു സാധാരണക്കാരന് നമ്മളൊരു പ്രൈസ് റേഞ്ച് വെക്കാൻ ഒരു 10,000-ന് താഴെ വരുന്ന ഫോണെന്ന് എനിക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ എന്ന് വിചാരിക്കുകയാണെങ്കിൽ പോലും ആ ഒരു ബഡ്ജറ്റിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ നല്ല പെർഫോമൻസും നല്ല ക്യാമറയും പ്രോസസർ വൈസ് ആണെങ്കിലും ഇനി ഗെയിമിംഗ് കളിക്കുന്ന ആളുകൾക്കാണെങ്കിലും ഒക്കെ നമ്മൾ എല്ലാ രീതിയിലും നോക്കുകയാണെങ്കിലും ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഒതുങ്ങിക്കൊണ്ട് നല്ല കിഡിലൻ ഫോൺസ് ആണ് റിയൽമിയുടെ ഫോൺസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ സാധാരണക്കാരുടെ ഇടയിൽ കൂടുതൽ കോമൺ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് റിയൽമി. അവരെല്ലാവരും വാങ്ങിക്കാൻ ചൂസ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് റിയൽമി. അപ്പോൾ ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് റിയൽമി 6 എന്ന് പറയുന്ന മോഡലും റിയൽമി 6 Pro എന്ന് പറയുന്ന മോഡലും മെയിൻ ആയിട്ടുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത് അതിന്റെ പ്രോസസറിലാണ്. പിന്നെ സ്ക്രീൻ സൈസിൽ ചെറുതായിട്ടൊരു വ്യത്യാസം വരുന്നുണ്ട്, ചെറുതായിട്ട് സ്ലൈറ്റ്ലി ഒരു ഡിഫറൻസ് വരുന്നുണ്ട്. പിന്നീട് ക്യാമറയൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്, ക്വാഡ് ക്യാമറയാണ്. നമുക്ക് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. റിയൽമി 6ന്റെ സ്പെസിഫിക്കേഷൻസ് ആണ് ആദ്യം പറയാൻ പോകുന്നത്. മാർച്ച് 11-നാണ് ഈ ഫോൺ റിലീസ് ചെയ്തിട്ടുള്ളത്. 6.5 ഇഞ്ചസ് IPS LCD ഡിസ്പ്ലേ ആണ് ഈ മോഡലിന് വരുന്നത്. കോണിംഗ് ഗൊറില്ല ഗ്ലാസ് 3 പ്രൊട്ടക്ഷൻ ആണ് ഫ്രണ്ട് ഗ്ലാസ്സിൽ വരുന്നത്. ആൻഡ്രോയിഡ് 10 ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. പ്രോസസർ വരുന്നത് MediaTek Helio G90T ആണ്. ഇതൊരു ഒക്ടാകോർ പ്രോസസറാണ്. Mali G76 MC4 ആണ് GPU വരുന്നത്. മെമ്മറി സ്റ്റാറ്റസ് പറയുകയാണെങ്കിൽ കാർഡ് സ്ലോട്ട് അവൈലബിൾ ആണ്. 4GB RAM 64GBയും 6GB RAM 128GBയും 8GB RAM 128GBയുമാണ് ഇന്റേണൽ മെമ്മറി വരുന്നത്. ഫോണിന്റെ ക്യാമറയെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്വാഡ് ക്യാമറയാണ് വരുന്നത്. 64 മെഗാ പിക്സലിന്റെ വൈഡ് ആംഗിൾ ക്യാമറയും 8 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും 2 മെഗാ പിക്സലിന്റെ മാക്രോ ക്യാമറയുമാണ്. പിന്നെ 2 മെഗാ പിക്സലിന്റെ തന്നെ ഡെപ്ത് സെൻസറുമാണ് വരുന്നത്. സെൽഫി ക്യാമറ വരുന്നത് 16 മെഗാ പിക്സലിലാണ്. വൈഡ് ആംഗിൾ ക്യാമറയാണ് ഇത് വരുന്നത്. USB പോർട്ട് ടൈപ്പ് C ആണ്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ആണ് ഇതിന് വരുന്നത്. ബാറ്ററി കപ്പാസിറ്റി ആണെങ്കിൽ 4300 mAh ആണ്. 30 വാട്ട്സ് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യും. 1 ഹവറിൽ ബാറ്ററി ഫുൾ ചാർജ് ആവുമെന്നാണ് പറയുന്നത്. കളേഴ്സ് എന്ന് പറയുന്നത് കോമറ്റ് ബ്ലൂ, കോമറ്റ് വൈറ്റ് ആണ്. ഇതിന്റെ പ്രൈസ് പറയുന്നത് 12,999 റുപ്പീസ് ആണ്. ഇത് ആ ഒരു വാരിയൻസിനനുസരിച്ച് ഇന്റർണൽ മെമ്മറിയുടെ വാരിയൻസിനനുസരിച്ച് ആ പ്രൈസിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും. ഇനി നമുക്ക് റിയൽമി 6 Proന്റെ സ്പെസിഫിക്കേഷൻസ് നോക്കാം. മാർച്ച് 13-നാണ് ഈ ഫോൺ റിലീസ് ചെയ്തിട്ടുള്ളത്. 6.6 ഇഞ്ചസ് IPS LCD ഡിസ്പ്ലേ ആണ് ഇതിന് വരുന്നത്. കോണിംഗ് ഗൊറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷൻ ആണ് ഇതിനുള്ളത്. ആൻഡ്രോയിഡ് 10 തന്നെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. പ്രോസസർ വരുന്നത് Qualcomm Snapdragon 720G ആണ്. ഇതൊരു ഒക്ടാകോർ പ്രോസസറാണ്. GPU വരുന്നത് Adreno 618 ആണ്. ഇതിലും കാർഡ് സ്ലോട്ട് അവൈലബിൾ ആണ്. 6GB RAM 64GBയും 6GB RAM 128GBയും 8GB RAM 128GBയുമാണ് ഇന്റേണൽ സ്റ്റോറേജ് വരുന്നത്. ഫോണിന്റെ ക്യാമറയെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്വാഡ് ക്യാമറ തന്നെയാണ് ഇതിലും വരുന്നത്. 64 മെഗാ പിക്സലിന്റെ വൈഡ് ആംഗിൾ ക്യാമറയും 12 മെഗാ പിക്സലിന്റെ ടെലിഫോട്ടോ ലെൻസും 8 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും 2 മെഗാ പിക്സലിന്റെ മാക്രോ ക്യാമറയുമാണ് ഇതിന് വരുന്നത്. ഫ്രണ്ട് ക്യാമറ വരുന്നത് ഡ്യുവൽ ക്യാമറയാണ് ഇതിന് വരുന്നത്. 16 മെഗാ പിക്സലിന്റെ വൈഡ് ആംഗിൾ ക്യാമറയും 8 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ് വരുന്നത്. USB പോർട്ട് വരുന്നത് ടൈപ്പ് C പോർട്ടാണ് വരുന്നത്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിന് അവൈലബിൾ ആണ്. ബാറ്ററി കപ്പാസിറ്റി പറയുകയാണെങ്കിൽ 4300 mAh ആണ് വരുന്നത്. 30 വാട്ട്സ് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യും. കളേഴ്സ് 2 കളേഴ്സിലാണ് വരുന്നത്, ലൈറ്റ്നിങ് ബ്ലൂ, ലൈറ്റ്നിങ് ഓറഞ്ച്. ഈ ഒരു ഫോണിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 18,999 റുപ്പീസ് ആണ്. ഇതിലും ആ ഒരു ഇന്റേണൽ മെമ്മറി വാരിയൻസിനനുസരിച്ച് പ്രൈസിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും. ഈ രണ്ട് ഫോണും നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ ഒരു റിയൽമി 6 Pro എന്ന് പറഞ്ഞ മോഡൽ കുറച്ചും കൂടെ വലിയ മോഡലാണ്. അതിന്റെ പ്രൈസിലും ആ ഒരു വ്യത്യാസം നമുക്ക് കാണാം. അതിന്റെ മെയിൻ ആയിട്ടുള്ള ആ ഒരു ഡിഫറൻസ് പറയുന്നത് അതിന്റെ പ്രോസസറിലാണ്. നമ്മുടെ റിയൽമി 6 എന്ന് പറഞ്ഞിട്ടുള്ള മോഡലില് നമുക്ക് MediaTekന്റെ പ്രോസസറാണ് കാണുന്നത്. എന്നാൽ ഈ ഒരു മോഡൽ 6 Pro എന്ന് പറഞ്ഞിട്ടുള്ള
മോഡലിൽ സ്നാപ്ഡ്രാഗണിൻ്റെ പ്രോസസ്സറാണ് വരുന്നത്. ആ ഒരു ഡിഫറൻസ് എന്തായാലും നമുക്ക് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ കാണും. അതിൻ്റെ പെർഫോമൻസിൽ എന്തായാലും അത് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ നമ്മൾ ബാക്കിയുള്ള കാര്യം ക്യാമറ നോക്കുകയാണ്, ബാറ്ററി കപ്പാസിറ്റി നോക്കുകയാണ്, പിന്നെ സ്റ്റോറേജ് ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ ഓൾമോസ്റ്റ് രണ്ടും സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു 6 വേർഷൻ എന്തായാലും കുറച്ച് കുറവായിരിക്കും. 6 Pro എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഫീച്ചേഴ്സൊക്കെ കൂടുതലായിരിക്കും എന്നുള്ള ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തുകൊണ്ട് എല്ലാവർക്കും നല്ല വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന മോഡലാണ് റിയൽമിയുടെ ഫോൺസ് എന്ന് പറയുന്നത്. കാരണം റിയൽമിയുടെ തൊട്ട് മുൻപ് ഇറങ്ങിയിട്ടുള്ള ആ ഒരു 5 സീരീസിൽ വരുന്ന ഫോൺസ് എന്ന് പറഞ്ഞാൽ നല്ലൊരു റിവ്യൂ ആണ്. നമുക്ക് അതിനെക്കുറിച്ച് ഒരു കംപ്ലൈൻ്റ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെന്നുള്ളൊരു കാര്യം നമ്മൾ ഇതുവരെ അങ്ങനെ കേട്ടിട്ടില്ല. നല്ല റിവ്യൂസാണ് വാങ്ങിയിട്ട് യൂസ് ചെയ്തിട്ടുള്ള എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് വിശ്വാസത്തോടെ ഇത് വാങ്ങിക്കാവുന്നതാണ്. പോരാത്തതിന് ഈ മാസം റിലീസ് ചെയ്ത ഫോൺസാണ്, മാർച്ച് 11th and 13th റിലീസ് ചെയ്ത ഫോൺസാണ് ഇത്. അപ്പം പുതിയ ഫോണാണ്, അതിൻ്റെ ഡിസൈനിങ്ങും സ്റ്റൈലും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഉറപ്പാണ്. അപ്പോൾ ഈ ഒരു ഫോൺ നിങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മോഡൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ളൊരു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ നമുക്ക് നല്ല ടെക് ന്യൂസും ആയിട്ട്, നല്ല വീഡിയോസും, നല്ല ആപ്പിനെ കുറിച്ചുള്ള ഇൻഫർമേഷനൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ.